പിണറായിസത്തെ എതിർക്കാൻ LDF വിട്ടതു മുതൽ PV അൻവർ ആവർത്തിക്കുന്ന അതേ മുദ്രാവാക്യം ഉപയോഗിച്ച് തന്നെ അൻവറിനെ VD സതീശൻ പൂട്ടി. പിണറായിസത്തെ എതിർക്കലാണ് ലക്ഷ്യമെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് UDF-നൊപ്പം നിൽക്കൂ എന്നാണ് കോൺഗ്രസ് നേതൃത്വം ഇന്ന് ഒറ്റ സ്വരത്തിൽ അൻവറിനോട് ആവശ്യപ്പെട്ടത്. VD സതീശനും ചെന്നിത്തലയ്ക്കും സണ്ണി ജോസഫിനും മുരളീധരനുമെല്ലാം ഇന്ന് ഈ കാര്യത്തിൽ ഒരൊറ്റ നിലപാടായി. പിണറായിയെയോ അതോ തന്നെയോ സതീശൻ ഒതുക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ച് VD സതീശനെതിരെ ആക്രമണം കടുപ്പിക്കാൻ അൻവർ ശ്രമിച്ചു. പക്ഷേ കോൺഗ്രസ് കൂടാരത്തിൽ അൻവർ വീണ്ടും തീടാൻ തുനിഞ്ഞ ആ നീക്കം വിലപ്പോയില്ല. അൻവർ വിഷയത്തിൽ ഒറ്റക്കെട്ടായാണ് തീരുമാനമെടുത്തതെന്ന് ചെന്നിത്തലയടക്കമുള്ള നേതാക്കൾ വ്യക്തമാക്കി. ഇതുവരെ അൻവറിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന ലീഗും കോൺഗ്രസ് പക്ഷം ചേർന്നു. ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിക്കാതെ അൻവർ UDF-ലേക്ക് എത്തേണ്ട എന്ന തുടക്കം മുതൽ VD സതീശൻ കടുപ്പിച്ച സ്വരം ഇന്നത്തോടെ കോൺഗ്രസിന്റെ ആകെയും ഒപ്പം UDF-ന്റേതുമായി മാറി. പെരുവഴിയിൽ മഴ കൊണ്ട് നിൽക്കുകയാണ് PV അൻവർ. ഇനി അൻവറിന്റെ മുന്നിൽ എന്താണ്? ഷൗക്കത്തിന് നിരുപാധിക പിന്തുണ നൽകി കോൺഗ്രസിന്റെ ദയാദാക്ഷിണ്യത്തിന് മുന്നിൽ കീഴടങ്ങി UDF-നോട് സഹകരിക്കുമോ? അതോ മത്സര രംഗത്ത് ഇറങ്ങുക എന്ന അതിസാഹസത്തിന് മുതിരുമോ? ആദ്യം കാണാം RDX റാം. ആര്യാടൻ ഷൗക്കത്ത് വേണ്ടെന്ന അൻവറിന്റെ നിലപാട് വിലപ്പോയില്ല. UDF പ്രവേശനം തന്നില്ലെങ്കിൽ മത്സരമെന്ന ഭീഷണി പിന്നാലെ. ലീഗിനെ പിടിച്ച് സമവായ നീക്കങ്ങൾ പരാജയപ്പെട്ടു. VD സതീശിനെ ഒറ്റപ്പെടുത്തി കോൺഗ്രസിന് തീയിടാൻ ശ്രമിച്ചെങ്കിലും അതിനും അല്പായുസ് മാത്രം. ഇന്ന് വീണ്ടും സതീശിനെതിരെ കടുത്ത ആരോപണങ്ങൾ അൻവർ ഉന്നയിച്ചു. പക്ഷേ ഫലം കണ്ടില്ല. അദ്ദേഹം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ? ഒന്നുകിൽ TP ചന്ദ്രശേഖരൻ അല്ലെങ്കിൽ അബ്ദുൽ നാസിർ മദറി. ആദ്യം അൻവർ UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കട്ടെ, നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ടില്ലെന്ന സതീശന്റെ മറുപടി. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കാൻ ഒരു തീരുമാനം അദ്ദേഹം പറഞ്ഞാൽ അപ്പോൾ UDF-ന്റെ അഭിപ്രായം അപ്പം പറയും. കഴിഞ്ഞ ദിവസം അൻവർ വിഷയത്തിലുണ്ടായ ആശയക്കുഴപ്പം ഇന്ന് കോൺഗ്രസിലുണ്ടായില്ല. അദ്ദേഹത്തിന് സംഭവിച്ച പാളിച്ചകൾ അദ്ദേഹം തിരുത്തി സഹകരിച്ചാൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം. ചുരുക്കത്തിൽ UDF സഹകരണം വേണമെങ്കിൽ അൻവർ വഴങ്ങിയേ മതിയാകൂ എന്നതാണ് ഈ ദിവസത്തെ രാഷ്ട്രീയ വർത്തമാനം. RDX റാം, ന്യൂസ് മലയാളം. അങ്ങനെ PV അൻവർ രാഷ്ട്രീയ വഴിയിൽ വഴിമുട്ടി നിൽക്കുകയാണ്. വിട്ടുവീഴ്ചയില്ലാത്ത UDF-ന്റെ ഭാഗമാകാനുള്ള അൻവറിന്റെ സാധ്യത അടഞ്ഞിരിക്കുന്നു. തടസ്സമാവുന്നത് VD സതീശന്റെ നിലപാട് ആണ് എന്ന് PV അൻവർ ആവർത്തിക്കുകയാണ് പിന്നെയും. UDF-ൽ ചർച്ച നടക്കുന്നത് അറിയില്ല, താൻ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല, ഇനി ഒരു നയവും വ്യക്തമാക്കാനില്ല എന്നും PV അൻവർ പറയുന്നു. അതേസമയം സതീശന് നിഗൂഢ ലക്ഷ്യമുണ്ട് എന്ന ആരോപണം കൂടി PV അൻവർ മുന്നോട്ട് വയ്ക്കുകയാണ്. എന്തിനാണ് VD സതീശൻ തന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് PV അൻവർ ചോദിക്കുന്നത്. ഒതുക്കുന്നത് പിണറായിയെയോ അതോ PV അൻവറിനെയോ എന്നാണ് PV അൻവറിന്റെ ചോദ്യം. ഇതിന് പിന്നിൽ VD സതീശന് നിഗൂഢ ലക്ഷ്യങ്ങളുണ്ട് എന്നുമാണ് ആരോപണം. തന്നെ TP ചന്ദ്രശേഖരനോ മദനിയോ ആക്കാനാണ് നീക്കം എന്നാണ് അൻവർ പറയുന്നത്. ഇരുട്ടിന്റെ മറവിൽ എന്നെ കൊല്ലണോ, ജയിലിലടച്ച് കൊല്ലണോ എന്നതിൽ ധാരണയുണ്ട്. VD സതീശന്റെ ഇത്തരം നിഗൂഢ ലക്ഷ്യങ്ങളെക്കുറിച്ച് അറിയാം, അത് പിന്നീട് പറയും എന്നൊക്കെയാണ് PV അൻവർ പറയുന്നത്. മുടക്കിയത് സതീശനാണ് എന്ന് അൻവർ ആവർത്തിക്കുന്നു. KC വേണുഗോപാലിൽ പ്രതീക്ഷയർപ്പിച്ച് ഇന്നലെ കോഴിക്കോട് ചർച്ചയ്ക്ക് ചെന്നു. PK കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടാണ് KCയെ കാണാൻ അവസരമൊരുക്കിയത്. വൈകിട്ട് 5 മണി മുതൽ 7:45 വരെ KCയെ കാണാനായി കോഴിക്കോട് കാത്തുനിന്നു. 7:45 കിട്ടിയ അറിയിപ്പ് KCക്ക് ധൃതിയുണ്ട്, പിന്നെ കാണാമെന്നാണ്. താനുമായി സംസാരിച്ചാൽ രാജിവെക്കുമെന്ന് സതീശൻ KCയോട് പറഞ്ഞു. അസോസിയേറ്റ് മെമ്പർ ആകാമെന്ന് വരെ താൻ സമ്മതിച്ചു. പക്ഷേ സതീശൻ അത് പ്രഖ്യാപിച്ചില്ല. വീണ്ടും മത്സരിക്കാൻ താൻ ആദ്യം തീരുമാനിച്ചെങ്കിൽ സതീശൻ പിന്തുണയ്ക്കേണ്ടി വന്നേനെ. മത്സരിക്കാതെ മാറി നിന്നത് മലയോര മേഖലയിൽ നിന്നൊരാൾക്ക് അവസരം നൽകാനാണ്. K സുധാകരൻ, രമേശ് ചെന്നിത്തല, K മുരളീധരൻ തുടങ്ങിയവരെല്ലാം പരിഹാരത്തിന് ശ്രമിച്ചു. തനിക്ക് വേണ്ടി ഇനി സംസാരിക്കേണ്ട എന്ന് PK കുഞ്ഞാലിക്കുട്ടിയോട് പറഞ്ഞു എന്നും PV അൻവർ പറയുന്നു. അതേസമയം VD സതീശൻ വഴങ്ങാതെ നിൽക്കുകയാണ്. PV അൻവർ ആദ്യം UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിക്കട്ടെ എന്നാണ് VD സതീശന്റെ നിലപാട്. പിന്തുണ നൽകി സ്ഥാനാർത്ഥിക്കെതിരായ ആരോപണങ്ങൾ പിൻവലിച്ചാൽ മതി. UDF തീരുമാനം ഒറ്റക്കെട്ടായി എടുക്കും എന്നാണ് VD സതീശൻ പറയുന്നത്. അൻവറിന്റെ മറ്റ് ആരോപണങ്ങൾക്കൊന്നും മറുപടി അറിയാനില്ല എന്നും സതീശൻ പറയുന്നു. അൻവർ സഹകരിക്കണം, സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ അൻവർ തയ്യാറാകണമെന്നാണ് K മുരളീധരനും ഓർമ്മിപ്പിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞയാളെ എങ്ങനെ സഹകരിപ്പിക്കാനാകും? അൻവർ തെറ്റുതിരുത്തിയാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. പിണറായിസ്തെയാണ് തോൽപ്പിക്കേണ്ടത്, UDF-നെ അല്ല. ഒതുക്കാനല്ല, മെരുക്കാനാണ് എന്നാണ് PV അൻവറിനെ കുറിച്ച് സണ്ണി ജോസഫ് ഇന്നിപ്പോൾ പറയുന്നത്. അൻവർ വിഷയത്തിലെ അന്തിമ തീരുമാനം നാളെയാണ് എന്നും സണ്ണി ജോസഫ് പറയുന്നു.
പിന്തുണ നൽകാതെ ചർച്ചയില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയുടെ നിലപാട്. സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാതെയുള്ള ചർച്ചയ്ക്ക് എന്താണ് പ്രസക്തി? പിന്തുണച്ചാൽ 10 മിനിറ്റിനകം അസോസിയേറ്റ് അംഗത്വം നൽകി പ്രഖ്യാപനം നടത്താനാകും. സതീശനെ ഒറ്റപ്പെടുത്തേണ്ട എല്ലാ നേതാക്കളോടും ആലോചിച്ചാണ് തീരുമാനമെടുക്കുന്നത് എന്നും പറയുന്നു. അൻവർ വഴങ്ങുമെന്ന് KC വേണുഗോപാൽ പറയുന്നു. പിണറായിക്കെതിരായ രാഷ്ട്രീയമാണെങ്കിൽ അൻവർ മത്സരിക്കില്ല എന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. തീരുമാനങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എടുക്കും. ഇതും KC വേണുഗോപാൽ പറഞ്ഞതാണ്. ലീഗും കോൺഗ്രസിനൊപ്പമാണ്. VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു PK കുഞ്ഞാലിക്കുട്ടി. അന്തിമ തീരുമാനം നാളത്തെ UDF യോഗത്തിലാണ് എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമോ എന്ന് നാളെ പറയാമെന്നാണ് PV അൻവറും പറയുന്നത്. ഷൗക്കത്തിനെതിരെ പറഞ്ഞത് തിരുത്തുമോ മത്സരിക്കുമോ എന്നെല്ലാം നാളെ പറയും എന്നും പറഞ്ഞിരിക്കുന്നു. ഇനി ഇതിന് ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ കൂടിയുണ്ട്. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമെന്ന അഭിപ്രായം തനിക്കില്ല എന്ന് ഈ രാത്രിയിലും PV അൻവർ പറയുന്നു. ഷൗക്കത്ത് എന്ന വ്യക്തിക്കെതിരായി ഒരുപാട് കാരണങ്ങളുണ്ട്. ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടേ എന്നും PV അൻവർ ചോദിക്കുന്നു. ആ വാക്കുകളിലേക്ക്. ഷൗക്കത്ത് മത്സരിക്കുന്നു, ഞങ്ങൾ പിന്തുണ കൊടുക്കുന്നു. നാളെ ഷൗക്കത്ത് പരാജയപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഞാൻ പറയുന്ന ഈ പൊളിറ്റിക്കൽ പിണറായിസവും ഈ കുടുംബാധിപത്യവും എവിടെ പോകും? അപ്പം എന്തായി? എൻ്റെ രാഷ്ട്രീയം, ഞാൻ പറഞ്ഞ രാഷ്ട്രീയം അവസാനിച്ചു. വസ്തുതയല്ലേ? അപ്പം ഷൗക്കത്തിന് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ടാവും. ആ കാരണങ്ങൾ വിശദീകരിക്കപ്പെടേണ്ടി വരും. പൊതുസമൂഹത്തിന് മുമ്പിൽ എനിക്കത് പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? ഇവിടെ ഷൗക്കത്തിനെ MLA ആക്കാനല്ലല്ലോ ഞാൻ രാജിവെച്ചത്. പ്രസാദ് ഉടുമ്പശ്ശേരിയോട് ചേരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. പ്രസാദ്, ഈ അവസാന നിമിഷവും, അതായത് നാളെ തീരുമാനമെടുക്കും, 2 ദിവസത്തിനകം അന്തിമ തീരുമാനമുണ്ടാകും. ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാൽ 10 മിനിറ്റിനകം മുന്നണിക്കുള്ളിലാണ് എന്ന് ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നു. ഇങ്ങനെയൊക്കെ കപ്പിനും ചുണ്ടിനും ഇടയിൽ കാര്യങ്ങൾ നിൽക്കുമ്പോഴാണ് വീണ്ടും PV അൻവർ ഈ നിലപാട് തന്നെ സ്വീകരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? ഹർഷൻ, ഏറ്റവും കൗതുകം എന്ന് പറയുന്നത് ഇപ്പോൾ നടത്തിയിട്ടുള്ള പ്രതികരണം തന്നെയാണ്. കാരണം നാളെ ഒരു ദിവസത്തിനകം ഈ പ്രശ്നപരിഹാരത്തിന് ചർച്ചകൾ നടക്കുന്നു. PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത് നാളെ വൈകുന്നേരം വരെ കാത്തിരിക്കൂ എന്നെല്ലാമാണ് പറയുന്നത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ PV അൻവർ വീണ്ടും ആര്യാടൻ ഷൗക്കത്തിനെതിരെ പറയുന്നത്. അതായത് ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമെന്ന അഭിപ്രായം തനിക്കില്ല, ഷൗക്കത്തിനെതിരായ ഒരുപാട് കാരണങ്ങളുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അത് ജനങ്ങൾ വോട്ട് ചെയ്യണ്ടേ, ഞാൻ മാത്രം വിചാരിച്ച പോലെയല്ലോ, ജനങ്ങൾ വോട്ട് ചെയ്യണ്ടേ, ആകെയുള്ളത് എനിക്കൊരു വോട്ടാണ്. അപ്പോൾ പിന്നീട് അദ്ദേഹം തിരുത്തി പറയുന്നുണ്ട്, എനിക്ക് പോലും ആ മണ്ഡലത്തിൽ വോട്ടില്ല. അങ്ങനെ എന്തുകൊണ്ട് ഷൗക്കത്തിന് പകരം മറ്റൊരാളെ നിർത്തണം എന്നുള്ള കാര്യം അദ്ദേഹം അതോടൊപ്പം സ്ഥാനാർത്ഥി ഞാൻ MLA സ്ഥാനം രാജിവെച്ചത് ഷൗക്കത്തിനെ MLA ആക്കാനുള്ളതല്ല എന്ന് തന്നെ അദ്ദേഹം വീണ്ടും പറയുന്നു. ഇങ്ങനെ പോയാൽ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ആരെങ്കിലും ഒരാൾ ഇതിനകത്ത് വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് PV അൻവർ തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം UDF പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിക്കെതിരായാണ് അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് തിരുത്തിയാൽ മാത്രമേ UDF പ്രവേശനം അല്ലെങ്കിൽ UDFന്റെ സഹകരണം അദ്ദേഹത്തിന് ലഭ്യമാകുകയുള്ളൂ. പക്ഷേ അങ്ങനെ ആയിട്ട് പോലും PV അൻവർ ഇങ്ങനെയൊരു നിലപാട് തുടരുന്നത് ഒരുപക്ഷെ PV അൻവർ ഉള്ളുകൊണ്ട് UDFന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നമുക്ക് കരുതേണ്ടി വരും. കാരണം ഒരു തരത്തിലുള്ള ഒരു സംയമനം പാലിച്ചുകൊണ്ടുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ VD സതീശൻ വളരെ കർക്കശ നിലപാട് സ്വീകരിച്ചു എന്നെല്ലാം നമ്മൾ പറയുമ്പോൾ പോലും ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്ന ഒരാളെ എങ്ങനെയായിരിക്കും UDFിലേക്ക് ക്ഷണിക്കുക? അതുമാത്രമല്ല, അവിടെ പ്രചരണം തുടങ്ങിയിട്ടുള്ള ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ചാണ് അദ്ദേഹം വീണ്ടും പറയുന്നത്. അതായത് ഷൗക്കത്ത് ജയിക്കുമെന്ന അഭിപ്രായം തനിക്കില്ല എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം ഇനി പരിഹരിക്കണമെങ്കിൽ ഒരുപക്ഷെ ഇത് നമുക്കറിയാം, നിലമ്പൂർ മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിൻ്റെ ഒരു നാടാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു മാന്ത്രികത കൂടി ഇവിടേക്ക് വിജയിക്കേണ്ടി വരും. തീർച്ചയായും അതിനകത്ത് ഈ പറയുന്ന എന്താണ് യഥാർത്ഥത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ അൻവർ UDFന്റെ ഭാഗമാവുക ഒക്കെ ഉണ്ടാകുമെന്ന്. അതായത് UDF കോൺഗ്രസ് ഇതിനകം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയാണ് ആര്യാടൻ ഷൗക്കത്ത് ജയിക്കില്ല എന്ന് ഖണ്ഡിതമായിട്ട് ഇന്ന് പറഞ്ഞിട്ട് ഇനി എന്തെങ്കിലും സംഭവിക്കുമെന്ന തോന്നൽ സ്വാഭാവികമായിട്ടും മനസ്സിൽ വരില്ലല്ലോ. അപ്പോൾ കോൺഗ്രസ് ഒന്നുകൂടെ ഇന്നാണെങ്കിലും പ്രത്യേകിച്ച് എല്ലാവരും വന്ന് പറഞ്ഞത് ഈ അൻവറിനെതിരായിട്ടായിരുന്നു എന്ന തോന്നലാണ് എനിക്കുണ്ടായത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഒന്നും സംഭവിക്കാനില്ല എന്ന് നിശ്ചയിക്കാറായോ നമുക്ക് സമയം?
അങ്ങനെ നമുക്ക് ഇതിനകത്ത് പലതും സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ അവസാന നിമിഷ ശ്രമം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തുകയും ഒരു അനുനയ ശ്രമങ്ങൾ, അതായത് വി ഡി സതീശനോടുമായി എന്തെങ്കിലും തരത്തിലുള്ള ഈ നീക്കുപോക്കുകൾ നടത്താം എന്നുള്ള രീതിയിലേക്കൊക്കെ വരുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ അങ്ങനെയുള്ള മനസ്സോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് എങ്ങനെ സാധ്യമാകുമെന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. സ്വാഭാവികമായും ഇനിയിപ്പോൾ അൻവറിന്, പി വി അൻവറിന് ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായി അങ്ങനെ പിന്തുണ നൽകുന്നു എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ പാർട്ടിയെ കൊണ്ട് വേണമെങ്കിൽ പ്രഖ്യാപനം നടത്തിക്കാം. തൃണമൂൽ കോൺഗ്രസിനെ കൊണ്ട് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിക്കാം. ഞങ്ങൾ UDF-ന് പിന്തുണ നൽകാൻ തയ്യാറാണ്, ആര്യടൻ ഷൗക്കത്തിന് പിന്തുണ നൽകാൻ തയ്യാറാണ് എന്ന് പറയാം. അതിനവർ പറയുന്ന ഒരു വാദം, നമ്മൾ നേരത്തെ യോഗം തുടങ്ങുന്നതിന് മുമ്പ് ഇവിടുത്തെ ഒരു നേതാവുമായി സംസാരിച്ചപ്പോൾ അങ്ങനെ UDF-ന് പിന്തുണയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഞങ്ങൾ കത്ത് നൽകിയത്. അങ്ങനെ പ്രത്യേകമായ ഒരു പ്രസ്താവന ഇനി നടത്തേണ്ടതുണ്ടോ? അവർ തീരുമാനമെടുക്കുകയല്ലേ വേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് പി വി അൻവറിൻ്റെയും നിലപാട്. പി വി അൻവർ തൻ്റെ നിലപാടിൽ നിന്ന്, ഷൗക്കത്തിനെതിരായുള്ള നിലപാടിൽ നിന്ന് മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്, ഞാനിനി മുന്നണിയിൽ വന്ന് ആര്യടൻ ഷൗക്കത്ത് പരാജയപ്പെട്ടാൽ അത് എൻ്റെ തലയിലേക്ക് കൂടി ആവില്ലേ എന്നുള്ളൊരു ധാരണ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ താങ്കൾ UDF-ൽ പോയാലും ആര്യടൻ ഷൗക്കത്ത് ജയിക്കില്ലേ എന്ന് ചോദിക്കുന്നതിനാണ് അദ്ദേഹം പറയുന്നത് ജനങ്ങൾ വോട്ട് ചെയ്യണ്ടേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുമോ ഇല്ലയോ ഒന്നും തന്നെ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ സാധ്യത വളരെ കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി എന്തെങ്കിലും അത്തരത്തിലൊരു അത്ഭുതം സംഭവിച്ചാൽ മാത്രമേ ഇതെല്ലാം തന്നെ സാധ്യമാകൂ. പ്രസാദാണ് വിശദമായി വിവരങ്ങൾ നൽകിയത്. എന്തായാലും സനീഷ്, ഇതിൽ വി ഡി സതീശൻ ഉറച്ച ഒരു നിലപാട് തന്നെ സ്വീകരിച്ചു. കാരണം പി വി അൻവർ എന്ത് വേണമെങ്കിലും പറയാം, എന്ത് നിലപാട് വേണമെങ്കിലും സ്വീകരിക്കാം. കോൺഗ്രസ്സുകാരനാണ് പി വി അൻവർ എന്ന് പറയുമ്പോൾ തന്നെ, അതായത് കോൺഗ്രസ് സംസ്കാരത്തിൽ നിന്ന് വന്ന ആളാണെന്ന് പറയുമ്പോൾ 20 വർഷം മുമ്പ് കോൺഗ്രസ് വിട്ടയാൾ കൂടിയാണല്ലോ പി വി അൻവർ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ വി ഡി സതീശൻ്റെ നിലപാട് തന്നെയാണ് ശരി എന്നിപ്പോൾ തോന്നുന്നുണ്ടോ? നിശ്ചയമായിട്ടും. അതായത് ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ബൈറ്റിൽ കണ്ടില്ല, അദ്ദേഹം അവസാനത്തെ ലൈന് ഇതാണ്, ഇവിടെ ഷൗക്കത്തിനെ MLA ആക്കാനല്ലല്ലോ ഞാൻ രാജിവെച്ചത് എന്നാണ് പി വി അൻവർ ചോദിക്കുന്നത്. ശരിയാണ്, ആ ആംഗിളിൽ നോക്കുമ്പോൾ ഷൗക്കത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശത്രുവാണ്. അദ്ദേഹം ആ ശത്രുത പരസ്യമായി തന്നെയും പ്രകടിപ്പിച്ചിട്ടുണ്ട്, നേരത്തെയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നിലമ്പൂരിൽ ഞാൻ രാജിവെച്ചിട്ട് ഉള്ള തെരഞ്ഞെടുപ്പിൽ എൻ്റെ ശത്രുവായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് MLA ആവുക, അപ്പോൾ ഞാൻ എൻ്റെ രാഷ്ട്രീയ ശത്രുവായിട്ടുള്ള MLA ഷൗക്കത്തിനെ MLA ആക്കാനാണോ ഞാൻ രാജിവെച്ചെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ എനിക്കത് കേട്ടപ്പോൾ വളരെ വ്യക്തമാണ്. ഒരു കാര്യം ഞാൻ പറയാം ഹർഷ, ഈ നടക്ക് മുന്നോട്ട് പോകില്ല. അതായത് ഇത് യഥാർത്ഥത്തിൽ കഴിഞ്ഞു. അതായത് ഒരു തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിലെ അവിടുത്തെ മത്സരിക്കുന്ന മുന്നണിയുടെയും പാർട്ടിയുടെയും ഏറ്റവും വലിയ നേതാവ് ആ സ്ഥാനാർത്ഥിയാണ് മുന്നണിയുടെയും പാർട്ടിയുടെയും മുഖം, അല്ലേ? അങ്ങനെയല്ലേ? അവിടെ CPM ആണ് മത്സരിക്കുന്നതെങ്കിൽ CPM-ന്റെ സ്ഥാനാർത്ഥിക്കാണ് പ്രാമുഖ്യം. അപ്പോൾ സംസ്ഥാന സെക്രട്ടറിയും മുന്നണി കൺവീനറൊക്കെ ഒരല്പം ഒരു സ്റ്റെപ്പ് ബാക്കോട്ട് വെക്കും. അവിടെ അവരുടെ ആണ് ഏറ്റവും വലിയ ഫോട്ടോ. അവരാണ് ആ സമയത്ത്, ആ നിർണായകമായുള്ള പോരാട്ട സമയത്ത് ആ സ്ഥാനാർത്ഥിയാണ് അവരുടെ മുഖം. ആ മുഖത്തെ നിങ്ങൾ അംഗീകരിക്കൂ എന്നത് പ്രാഥമികമായൊരു കാര്യമാണ്. നിങ്ങൾ എൻ്റെ മുന്നണിയിലേക്ക് വരാൻ നിൽക്കുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ. ആ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് വെച്ചാൽ എങ്ങനെ നടക്കും എന്ന് വി ഡി സതീശൻ ആദ്യം ചോദിച്ചത്. ഞാൻ ആ ദിവസം മുതൽ വി ഡി സതീശൻ്റെ ആ ചോദ്യത്തിനൊപ്പമാണ്. ഇത് ഇത്രമാത്രം കടുത്ത നടപടിയിലേക്ക് പോകില്ല എന്ന് കരുതിയിട്ടായിരിക്കണം കെ മുരളീധരനും കെ സുധാകരനും രമേശ് ചെന്നിത്തലയും ഒക്കെ ഒന്ന് മയപ്പെട്ട് വർത്തമാനം പറഞ്ഞു. പക്ഷേ ഇന്ന് രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും വി ഡി സതീശനെല്ലാം ഒരേ നിലപാടാണ് സംസാരിച്ചത്, കെ മുരളീധരൻ ഒരേ നിലപാടാണ് സംസാരിച്ചത്. അതായത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെയുണ്ട്, ആ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് മുന്നണിയിലേക്ക് വരാനാവുക, അത് അദ്ദേഹം പറയട്ടെ എന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ കാര്യം അവർക്ക് മനസ്സിലായി. അതെങ്ങനെയാണ് അങ്ങനെ ഒരാൾക്ക്, അതായത് ഇതിപ്പോൾ VS അച്യുതാനന്ദൻ മത്സരിക്കുമ്പോൾ പിണറായി വിജയന് എതിർപ്പ് ഉയർത്താം, അത് ആ പാർട്ടിക്കകത്തെ സമന്മാരായുള്ള നേതാക്കളാണ്, അവർക്ക് അവരുടെ വേദിയിൽ പറയാം. ഇത് ഈ മുന്നണിക്കകത്തില്ലാത്ത ഒരാൾ കഴിഞ്ഞ ഒരു 1.5 കൊല്ലം മുമ്പ് വരെ ഈ നേതാക്കളെ മുഴുവൻ ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന ഒരാൾ എനിക്ക് അങ്ങോട്ടേക്ക് വരണമെന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് വന്നിട്ട്, പക്ഷേ നിങ്ങളുടെ നേതാവിനെ ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയൊക്കെ മാന്യമായിട്ട് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. പക്ഷേ ഇന്ന് വെച്ച് ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ പി വി അൻവറിനോട് എനിക്ക് സഹതാപവും സങ്കടവും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഹർഷ. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഈ ബൈറ്റ് കേട്ടപ്പോൾ ശരിക്കും ഒരു വിഷമം തോന്നി. അതായത് ഇവിടെ ഷൗക്കത്തിനെ MLA ആക്കാനല്ലോ ഞാൻ രാജിവെച്ചത് എന്ന ചോദ്യം അദ്ദേഹത്തിൻ്റെ പ്രസക്തമാണ്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ ആകെ ഡാർക്കായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടിയുണ്ട്, അദ്ദേഹത്തിന് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതും കോൺഗ്രസിന് അത്ര ഗുണകരമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് എവിടെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ് കോൺഗ്രസിന് നല്ലത്. കാരണം അതല്ലെങ്കിൽ ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഒരു അൻവറിന് അനുകൂലമായ ഒരു സഹതാപ തരംഗമൊന്നും ഉണ്ടായില്ലെങ്കിൽ കൂടി ചില ആളുകൾക്കെങ്കിലും, അവരുടെ MLA ഒക്കെ ആയിരുന്നല്ലോ, കുറേ കാലം അവരുടെ MLA ആയിരുന്ന ആളാണ്, ദീർഘകാലം MLA ആയിരുന്ന ആളാണ്, ഒരു പ്രമാണിയായി അവിടെയൊക്കെ നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്നുള്ള തോന്നൽ ഉണ്ടാകാവുന്ന സാഹചര്യവുമുണ്ട്. അങ്ങനെ കുറേ ആളുകൾക്കെങ്കിലും തോന്നാം. അതുകൊണ്ട് പിന്നെ
കോൺഗ്രസ് രാഷ്ട്രീയമാണ്, UDF രാഷ്ട്രീയമാണ്. അതുകൊണ്ട് അത്ഭുതകരമായ ചിലത് സംഭവിക്കാം. ഇനിയിപ്പം ഗോപിനാഥിനെ പോലെ ഈ പാർട്ടിക്കുള്ളിലോ മുന്നണിക്കുള്ളിലോ ആരെങ്കിലുമൊക്കെ വളരെ എളുപ്പത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്ന തരത്തിൽ ചിലപ്പോൾ ഇടപെട്ടേക്കാം. പക്ഷേ അവിടെ എനിക്ക് സംശയം എന്താണെന്ന് അറിയാം ഹർഷ, അതായത് ഷൗക്കത്തിനെ വെച്ചാൽ ഞാൻ വഴങ്ങില്ല എന്ന് ഇപ്പോൾ ഒടുവിലും ഇന്നും പറഞ്ഞിരിക്കുകയാണല്ലോ. ഷൗക്കത്തിനെ വെച്ചാൽ ഞാൻ വഴങ്ങില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ഗുണമുണ്ട്. പക്ഷേ എന്താണെന്നറിയോ, ഇത് ഇന്നത്തെ അവസാനത്തെ പ്രഖ്യാപനമായി വേണമെങ്കിൽ കരുതാം. നാളെയും മറ്റന്നാളും കൊണ്ട് തീരുമാനമാകുമെങ്കിൽ അൻവർ വാതുറക്കാതിരുന്നാൽ ഇനി അങ്ങോട്ട് അല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ഇതോടെ ഷൗക്കത്ത് എങ്ങാനും തോറ്റാൽ ഞാൻ അന്നേ പറഞ്ഞതാണല്ലോ പറഞ്ഞ് അവസാനിപ്പിക്കും. അല്ല, അതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പറ്റില്ലല്ലോ ഇപ്പോൾ. അതില്ല. തീർന്നു. നാളെ വേണമെങ്കിൽ പിന്തുണ പ്രഖ്യാപിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ വാക്കുകൾ പിന്തുണ പ്രഖ്യാപിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇനി എങ്ങാനും പിന്തുണ പ്രഖ്യാപിച്ചാൽ അല്ലെങ്കിൽ അയാളുടെ പാർട്ടിയെ കൊണ്ടുവല്ലോ പിന്തുണ പ്രഖ്യാപിച്ചാൽ അൻവറിനുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഷൗക്കത്ത് തോറ്റാൽ ഞാൻ അന്നേ പറഞ്ഞിരുന്നതാണ് മത്സരിപ്പിക്കേണ്ടതില്ല എന്നുള്ളത്. ഞാൻ അന്നേ പറഞ്ഞതാണ്. അതിപ്പോ അവിടുത്തെ ഒരു കോൺഗ്രസിനകത്തെ നേതാവാണ് പറയുന്നതെങ്കിൽ ഓക്കെയാണ്. പക്ഷേ നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ അംഗീകരിക്കില്ല എന്ന് പറയുന്ന ഒരാളെ എങ്ങനെയാണ് മുന്നണിയിലേക്ക് എടുക്കുക? അതിപ്പോൾ അസോസിയേറ്റ് മെമ്പറോ അല്ലെങ്കിൽ മറ്റൊരു മെമ്പറോ ആയിട്ട് എങ്ങനെ എടുക്കുക? അൻവറിനെ അകത്ത് കയറ്റാതിരിക്കാനുള്ള വാതിൽ രാത്രി വരെ അംഗീകരിച്ചിട്ടില്ല. നാളെ നേരം വെളുക്കുമ്പോൾ അംഗീകരിക്കില്ല എന്ന് പറയാൻ തോന്നുന്നില്ല. നമുക്ക് ഇത് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഒരു UDF രാഷ്ട്രീയമാണ്. സ്വാഭാവികമായും ചിലപ്പോൾ ഇതിങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ നമ്മൾ സംഭവിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇതിപ്പോൾ ചരിത്രം നമുക്ക് ഇതുപോലുള്ള പല ഉദാഹരണങ്ങളും കാട്ടിത്തരുന്നത്. പോസ്റ്റർ ഒട്ടിച്ച ശേഷം സ്ഥാനാർത്ഥി ഗ്രൗണ്ടിൽ ഇറങ്ങിയ ശേഷം സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിട്ട് അടുത്തയാളെ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഞാൻ ഒറ്റ കാര്യം കൂടെ പറയാം. അതായത് PV അൻവർ ഈ മുന്നണിക്കും പാർട്ടിക്കും ഒക്കെ പുറത്തുള്ള ആളാണ്. ഇദ്ദേഹം ഉണ്ടാക്കുന്ന ഈ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങുകയാണെങ്കിൽ ഇപ്പോൾ VT ബൽറാം മുന്നണി കൺവീനർ എന്നും പറഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവെന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇട്ടിരിക്കുകയാണ് VD സതീശൻ്റെ. ഇദ്ദേഹത്തിന് മുന്നിൽ ഇങ്ങനെയൊക്കെ വർത്തമാനം പറഞ്ഞ PV അൻവറിന് മുമ്പിൽ വഴങ്ങിയാൽ എന്താണ് കോൺഗ്രസ്സുകാർക്ക് ഒരു നിരാശ ഉണ്ടാകുന്നതാണ് എനിക്ക് തോന്നുന്നത്. സാമാന്യ രാഷ്ട്രീയ യുക്തിയിൽ നോക്കിയാൽ ഇനി UDFനും വിശിഷ്യ VD സതീശനും മുന്നിൽ സർവാപരാധം പറഞ്ഞ് നിരുപാധികം കീഴടങ്ങുകയല്ലാതെ PV അൻവറിന് മുന്നിൽ മറ്റൊരു സാധ്യതയുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ RDX ഷോ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയം തന്നെ അൻവർ മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞത് ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ ജയിക്കുമെന്ന അഭിപ്രായം തനിക്കില്ലെന്നാണ്. കേരള രാഷ്ട്രീയത്തിലെ കിങ് മേക്കറാകാൻ ഇറങ്ങിത്തിരിച്ച് നിലമ്പൂർ രാഷ്ട്രീയത്തിൽ പോലും വഴിമുട്ടി നിൽക്കുമ്പോഴും അൻവർ എടുക്കുന്ന നിലപാടുകൾ ഈ വിധം അപ്രതീക്ഷിതമാണ്, അതിസാഹസികമാണ്. ഇന്ന് രാത്രി ഈ സമയത്തും ആര്യാടൻ ഷൗക്കത്ത് തോൽക്കുമെന്ന് പറഞ്ഞിട്ട് നാളെ അൻവർ പിന്തുണ പ്രഖ്യാപിക്കാൻ യാതൊരു സാധ്യതയും ഇതുവരെ കാണുന്നില്ല. ഇനി അൻവർ ആയതുകൊണ്ട് മാത്രം അതിന് മുതിർന്നാലും കോൺഗ്രസും UDFും അത് സ്വീകരിക്കാനും ഇടയുണ്ടോ എന്ന് സംശയിക്കണം. അൻവറിന് വേണമെങ്കിൽ LDFനും UDFനുമെതിരെ തനിച്ച് മത്സരിക്കാം. അതും രാഷ്ട്രീയമായി ആത്മഹത്യാപരമായിരിക്കാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഏതായാലും കേരള രാഷ്ട്രീയ സമവാക്യത്തിൽ ഒരു മാറ്റവും വരുത്താനില്ല. ഏതാനും മാസത്തേക്ക് വേണ്ടിയുള്ളൊരു MLA തെരഞ്ഞെടുപ്പാണെന്നെങ്കിലും നിലമ്പൂർ രാഷ്ട്രീയം കൗതുകകരമായാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് തമാശ. എന്തായാലും നാളത്തെ ദിവസത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. തൽക്കാലം RDX പ്രവചനങ്ങൾക്കൊന്നും മുതിരുന്നുമില്ല.